ചാരക്കേസ് വെറും ചാരമായിരുന്നു. അതിലൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. അടിസ്ഥാനപരമായിട്ട് ഒരു ഇല്ലാ കഥയായിരുന്നു. പക്ഷേ ചാരക്കേസാണ് കെ കരുണാകരന്റെ രാജിക്ക് കാരണമായത് എന്ന നറേറ്റീവ് അത് അടിസ്ഥാനരഹിതമാണ്. അതിനോട് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ കരുണാകരന്റെ ഏറ്റവും അടുപ്പക്കാരനായിരുന്ന രമൺ ശ്രീവാസ്തവയ്ക്കെതിരെ ചില ആരോപണങ്ങൾ ഉണ്ടായി. ആ ആരോപണങ്ങൾ കരുണാകരനെതിരെ ഉപയോഗിച്ചു, വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. പ്രൊഫസർ കെ വി തോമസ്, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം MP ആയിരിക്കുമ്പോഴുണ്ടായ ഫ്രഞ്ച് ചാരക്കേസ്, അതിനുശേഷം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ വ്യാജരേഖ കേസ്, ഇതൊന്നും ഒരു അടിസ്ഥാനവും ഇല്ലാത്തതായിരുന്നു. പിന്നീട് തെളിഞ്ഞു. ഒരല്പം പഴയ കഥയുണ്ട്. നമ്മുടെ ബേബി ജോൺ RSP നേതാവ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാ. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരാളായിരുന്നു സരസൻ എന്ന് പറയുന്ന ഒരാള്. തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തെ കാണാതായി. ആരെ? സരസനെ. അപ്പൊ എതിരാളികൾ എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞ് പ്രചരിപ്പിച്ചു, ഈ സരസനെ ബേബി ജോണ് ആരെയോ വിട്ട് അടിച്ചു കൊന്നിട്ട് കടലിൽ താഴ്ത്തിയെന്ന്. എത്രയോ കാലം കേരള സമൂഹത്തിന്റെ മുമ്പില് നമ്മുടെ ബേബി ജോൺ പ്രതിക്കൂട്ടിൽ നിന്നു. അവസാനം കേരളത്തിന് പുറത്തൊരിടത്ത് നിന്ന് സരസനെ കണ്ടെത്തി. എന്നിട്ടാണ് അദ്ദേഹം വാസ്തവത്തിൽ ഈ കേരളത്തിലെ ആളുകളുടെ മനസ്സിൽ നിന്ന് കുറ്റവിമുക്തനായത്. അങ്ങനെ എത്ര എത്ര അനുഭവങ്ങൾ വേണമെങ്കിലും നമുക്ക് രാഷ്ട്രീയത്തിൽ പറയാൻ പറ്റും. ഏതാണ്ട് അതൊക്കെ ആവർത്തിക്കുകയാണ് നമ്മുടെ അമ്മ സംഘടനയിൽ.